ഗുഡ് മോർണിംഗ്. രജിത ബാലു ആണേ. തട്ടുന്തവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ ജോലിക്കൊക്കെ പോവാത്ത വീട്ടമ്മമാരുണ്ടെങ്കിൽ അവരവർക്ക് എത്ര പണിയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ബാക്കി സമയം ഇതുപോലെ ചെടികളെ പരിപാലിക്കാനോ പച്ചക്കറി ചെടികളെ വെച്ച് പിടിപ്പിക്കാനോ ഒക്കെ ആയിട്ട് സമയം കണ്ടെത്താറുണ്ട് അല്ലേ. ഇനിയിപ്പോൾ ജോലിക്ക് പോകുന്ന വീട്ടമ്മമാരെ നമുക്കൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. കാരണം അവരൊരുപാട് കഷ്ടപ്പെട്ട് നേരത്തെ എണീറ്റ് ഒരുപാട് വീട്ടിലെ ഗാർഹികമായിട്ടുള്ള ജോലികളൊക്കെ ചെയ്ത് കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കി ഭർത്താവിൻ്റെ കാര്യം നോക്കി അവർ ജോലിക്ക് പോവാണ്. തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ നൈറ്റായിരിക്കും. അപ്പോൾ അവരെ കൊണ്ട് ചിലപ്പോൾ ഇത് സാധിച്ചെന്ന് വരില്ല. എന്നിരുന്നാലും ഞാൻ ഒരുപാട് വീട്ടമ്മമാർ, ജോലിക്ക് പോകുന്ന വീട്ടമ്മമാർ, ഇതുപോലെ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാരെക്കാളും നന്നായിട്ട് ഗാർഡനും വെജിറ്റബിൾസും ഒക്കെ സെറ്റ് ചെയ്ത് ഉണ്ടാക്കുന്നവരെയും ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതൊക്കെ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അതൊരു പാഷൻ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു തെറാപ്പിയാണ് കേട്ടോ. ഇത് എനിക്ക് തോന്നിയിട്ടുള്ളതാണ് ഞാൻ പറയണത്. കാരണം നമുക്കില്ലാത്ത സമയം കൂടെ നമ്മൾ കണ്ടെത്തണം. അപ്പം നമ്മൾ ചിലപ്പോൾ തോന്നും നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഇവരാണെന്ന്. നമ്മുടെ ഏറ്റവും അടുത്ത നമുക്ക് എന്താ ഷെയർ ചെയ്യാൻ. ഞാനൊക്കെ ചെടികളോട് സംസാരിക്കാറുണ്ട് കേട്ടോ. അപ്പം നമ്മളുടെ ആ എന്താ പറയുക അസ്വസ്ഥതകളും ടെൻഷൻസും കുറേ നമ്മൾ മറന്നു പോവാണ് കേട്ടോ. ഇവരുടെ ഇടയിൽ കൂടെ പല പല സ്മെല്ലാണ് ഇവരുടെ, അതുപോലെ പല പല വർണ്ണങ്ങളാണ്, പല ചെടികളാണ്. ചിലർ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളവർ, ചിലർ ഹാർഡായിട്ടുള്ളവർ, മുള്ളായിട്ടുള്ളവർ, പല പല ലെസൺസും ഉണ്ട് നമുക്കിതിൻ്റെ ഇടയിൽ കൂടെ പഠിക്കാനായിട്ട്. അപ്പോൾ ആ ചന്തത്തിലൂടെ അവരൊക്കെ ഭംഗി ആസ്വദിച്ച് ഓരോ ദിവസവും നമ്മുടെ എക്സ്ട്രാ സമയങ്ങൾ ഇവരിലൂടെ കഴിഞ്ഞ് പോകുമ്പോൾ കുറേയൊക്കെ നമുക്ക് അസുഖങ്ങൾ ഇല്ലാതെയാവുന്നുണ്ട് കേട്ടോ. പിന്നെ ഇൻറ്റേർണലായിട്ടുള്ള ചില അസുഖങ്ങളൊന്നും നമുക്ക് മാറ്റി കളയാനൊന്നും പറ്റില്ല. എന്നിരുന്നാലും ഒരു പോസിറ്റീവ് വൈബ് നമുക്ക് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു എനർജി. ഇപ്പോൾ ഞാനൊക്കെ ഒരു 50 തികഞ്ഞ ആളാണ്. ഞാൻ ഇപ്പോഴും ചിലർ പറയും 50 വയസ്സോ എന്ന് ചോദിക്കാറുണ്ട്. തള്ളിയതല്ല കേട്ടോ. അപ്പോൾ നമ്മൾ നടക്കുന്നത് ഇതുപോലെ ഒരു മൈൻഡ് സെറ്റ് ചെയ്തുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ചെടികളെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ അടുത്തൊരു വളത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോഴേ ലിക്വിഡ് ഫോമിലുള്ള ഒരു ബയോ ഫെർട്ടിലൈസറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നമ്മൾ ചെയ്യണത്. അത് വേറെ ഒന്നുമല്ല, തേങ്ങാവെള്ളം വെച്ചുകൊണ്ടുള്ളതാണ് കേട്ടോ. നമ്മൾ കേരളീയർ തേങ്ങയില്ലാത്ത ഒരു ദിവസം പോലും ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു വീട്ടിൽ ഒരു തേങ്ങയെങ്കിലും ഉടയ്ക്കാതിരിക്കില്ല. അപ്പോൾ ആ തേങ്ങാവെള്ളം നമുക്കൊന്ന് സൂക്ഷിച്ച് വയ്ക്കുക. ഒരു അടപ്പുള്ള പാത്രത്തിൽ അത് ഒഴിച്ചു വെച്ച് കഴിഞ്ഞാൽ 2-3 ദിവസം എത്തിക്കഴിഞ്ഞാൽ അത് നമുക്ക് ചെടികൾക്ക് വളമായിട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 1/2 ലിറ്ററോളം വെള്ളം ആയിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ഓരോ ദിവസം ഉടക്കണത് എടുത്ത് വെച്ചിട്ട് 3-ാമത്തെ ദിവസമാണ് ഞാനത് വളമാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. നമുക്ക് ശരിക്കും വേണമെങ്കിൽ തേങ്ങാവെള്ളം അന്ന് തന്നെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം, ഡൈല്യൂട്ട് ചെയ്തിട്ട്. അതിനേക്കാളും ഡബിളായിട്ട് അല്ലെങ്കിൽ 3-4 മടങ്ങ് ഗുണം കൂടുതലാണ് നമ്മളത് 2-3 ദിവസം പുളിപ്പിച്ചതിന് ശേഷം ഇതുപോലെ വെള്ളം ഡൈല്യൂട്ട് ചെയ്തിട്ട് ചെടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ കളക്ട് ചെയ്തിട്ടുള്ള തേങ്ങാവെള്ളം ഏകദേശം 1/2 ലിറ്ററാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഞാൻ അതിൻ്റെ 5 മടങ്ങ് വെള്ളം എടുത്തിട്ടുണ്ട്. കാരണം ഞാനത് 3 ദിവസമായിട്ട് പുളിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ തേങ്ങാവെള്ളത്തിന് അസിഡിറ്റി അല്പം കൂടുതലായിരിക്കും. അതുകൊണ്ട് നമ്മൾ വളരെ വീര്യം കുറച്ചിട്ട് വേണം ചെടികൾക്ക് ഇടാനായിട്ട്, അല്ലെങ്കിൽ പിന്നെ ഗുണം ദോഷമായിട്ട് മാറും. എന്നിട്ട് ഞാൻ ആ 1/2 ലിറ്റർ തേങ്ങാവെള്ളം എടുത്തു വെച്ചിട്ടുള്ള അതിൻ്റെ 5 മടങ്ങ് ഇരട്ടി വെള്ളം ഞാൻ ഈ ബക്കറ്റിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒഴിച്ചിട്ട് ഇതുപോലെ നല്ലോണം ഒന്ന് കുത്തി കലക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പുളിപ്പിച്ച തേങ്ങാവെള്ളം 5 മടങ്ങ് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് വീര്യം കുറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അത് ഒരു സ്പ്രേയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാ ചെടികളുടെയും കടക്കലും ആ ചെടികളെ മൊത്തമായിട്ടും ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. വേണമെങ്കിൽ നമുക്ക് കപ്പിൽ കോരി ഒഴിച്ച് കടക്കയിലൊക്കെ ഒഴിച്ച് കൊടുക്കുകയും ചെയ്യാം. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ സ്പ്രേ ചെയ്യണതായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതാ കണ്ടോ, നമ്മുടെ സ്പൈഡർ പ്ലാന്റ് ആണ് കേട്ടോ. അത് 2 വെറൈറ്റി ഉണ്ട് എൻ്റെ അടുത്ത്. ഇത് കുറേ നാൾ കഴിയുമ്പോൾ ഇങ്ങനെ ഉണങ്ങിക്കരിഞ്ഞ് ഒരു ഭംഗിയില്ലാത്ത പോലെയും അതിൻ്റെ തുമ്പൊക്കെ ഒന്ന് മഞ്ഞളിച്ചിട്ട് കേട്ടോ. അത് മുഴുവൻ സൂര്യപ്രകാശം കൂടുതൽ കിട്ടിയതുകൊണ്ടല്ല കേട്ടോ, അതിലടങ്ങിയിട്ടുള്ള ചില ഘടകങ്ങളുടെ ധാതുലവണങ്ങളുടെ കുറവ് കൊണ്ടാണ്. അതിന് ഏറ്റവും നല്ല സൊല്യൂഷനാണ് നമ്മുടെ ഈ തേങ്ങാവെള്ളം പുളിപ്പിച്ചത് കേട്ടോ. ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കണത്. അതിൻ്റെ കടക്കിലൊക്കെ ഒന്നിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക, അതിൻ്റെ ഇലകളുമ്പോൾ നിറച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുക. എല്ലാ ചെടികൾക്കും, റോസിനോ തക്കാളിക്കോ ചെമ്പരത്തിക്കോ നമ്മുടെ വീട്ടിലുള്ള എല്ലാ ചെടികൾക്കും ഇത് നന്നായിട്ട് പൂവുണ്ടാവാൻ മാത്രമല്ല വളർച്ചയ്ക്കും അതുപോലെ തന്നെ എന്താ പറയുക നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനും അതിൻ്റേതായ സ്വതസിദ്ധമായ അവരവരുടെ നിറങ്ങളിൽ അത് നിൽക്കാനും ഒക്കെ
ഈ നമ്മുടെ തേങ്ങ വെള്ളം പുളിപ്പിച്ചതുകൊണ്ട് സാധിക്കും കേട്ടോ. മറ്റൊരു വെറൈറ്റിയാണ് സ്പൈഡർ പ്ലാന്റിൻ്റെ ഇത് കേട്ടോ. ഇത് വളരെ നശിച്ചു പോയതാണ്. ഇപ്പോൾ ദാ നമ്മൾ ഈ ഒരു ശുശ്രൂഷ കൊടുത്തതുകൊണ്ട് നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ജമന്തി, പുതിന എല്ലാത്തിനും ഞാൻ പറഞ്ഞില്ലേ, എല്ലാ ചെടികൾക്കും ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. പുളിപ്പിച്ച തേങ്ങ വെള്ളത്തിൽ പോഷകങ്ങൾ, ബയോ ആക്റ്റീവ് സംയുക്തങ്ങൾ, എഥനോൾ, വാലൈൻ, ലാക്റ്റിക് ആസിഡ് തുടങ്ങിയ മെറ്റബോളിറ്റുകൾ ധാരാളമായിട്ട് ഉണ്ട്. അതായത് പുളിപ്പിക്കാതെയും നമുക്ക് വേണമെങ്കിൽ വളാക്കാമെന്ന് പറഞ്ഞല്ലോ തേങ്ങ വെള്ളം. അപ്പോൾ പിന്നെ നമുക്ക് ആ പുളിപ്പിക്കാതെയുള്ള തേങ്ങ വെള്ളത്തിൽ, അതായത് ഫ്രഷായിട്ട് നമ്മളെടുക്കുന്ന തേങ്ങ വെള്ളത്തിൽ പൊട്ടാസ്യം റിച്ച് ആയിരിക്കും ആ തേങ്ങ വെള്ളം. അതേസമയം നമ്മൾ പുളിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ഒരു ചെടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാതും, ഇപ്പോൾ നമ്മൾ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യത്തിന് പുറമെ മാഗ്നീഷ്യം, ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ എല്ലാ ധാതു ലവണങ്ങളും കൂടെ ചേരുമ്പോൾ ഒരു ചെടിക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാതും ഒറ്റയടിക്ക് കിട്ടാണ്. അതുകൊണ്ട് പുളിപ്പിച്ച തേങ്ങ വെള്ളം ചെടികൾക്കുള്ള നല്ലൊരു വിഭവമായിട്ട് മാറാണ് കേട്ടോ. തേങ്ങ വെള്ളമോ കരിക്കു വെള്ളമോ ഒക്കെ കുടിക്കുമ്പോൾ നമുക്ക് എനർജി കിട്ടുന്നതായിട്ട് നമ്മൾ അറിഞ്ഞിട്ടുണ്ടല്ലോ. എന്ന പോലെ തന്നെയാണ് കേട്ടോ ഈ തേങ്ങ വെള്ളം ചെടികളുടെ കാര്യത്തിലും. ഒരു കാര്യം ഉറപ്പാണ് കേട്ടോ, നമ്മൾ ചെടികൾക്ക് അങ്ങോട്ട് എനർജി ബൂസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലും കൊടുത്തെങ്കിൽ തന്നെയാണ് അവർ തിരിച്ചും അതുപോലെ അത്രയും പ്ലസൻ്റ് ആയിട്ട് നിൽക്കുള്ളൂ കേട്ടോ. അതായത് നല്ല പച്ച കളറിലുള്ള ഇലച്ചെടി പച്ചയായിട്ട് നല്ല ഗ്രോത്തിൽ നല്ല സ്റ്റൈലായിട്ട് നിൽക്കണമെങ്കിൽ അവൻ എന്തെങ്കിലും കൊടുക്കുക വേണം കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ 2 ആഴ്ച കൂടുമ്പോഴും ഇതുപോലെയുള്ള പല പല ജൈവ വളങ്ങൾ മാറി മാറി കൊടുക്കുന്നതിൻ്റെയും അതുപോലെ തന്നെ പല കീടനാശിനികളും ജൈവപരമായിട്ടുള്ളത് ഉപയോഗിക്കുന്നതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം അതിൻ്റേതായ ഭംഗിയിൽ നിൽക്കുന്നത് കേട്ടോ. ഞാൻ എല്ലാ പ്രാവശ്യം കാണിച്ചു തരുന്നത് പോലെ റോസാപ്പൂക്കളൊന്നും പ്രാവശ്യം കാണിച്ചിട്ടില്ല കേട്ടോ. ഇപ്രാവശ്യം ഞാൻ അധികവും ഇലച്ചെടികളാണ് വീഡിയോയിലൂടെ കാണിച്ചിട്ടുള്ളത്. നമുക്ക് ക്ഷീണം വരുമ്പോൾ നമ്മൾ കരിക്കും വെള്ളം, തേങ്ങ വെള്ളമൊക്കെ കുടിക്കാറുണ്ട് അല്ലേ, ക്ഷീണം അകറ്റാനായിട്ട്. അതുപോലെ തന്നെ നമുക്ക് നല്ല എനർജിയും കിട്ടാറുണ്ട്. അതുപോലെ തന്നെയാണ് കേട്ടോ തേങ്ങ വെള്ളം ചെടികൾക്കും, എസ്പെഷ്യലി പുളിപ്പിച്ച തേങ്ങ വെള്ളം. ഞാൻ പറയാണ് വളരെ ബെസ്റ്റ് ഓപ്ഷനാണ്. വാടി കരിഞ്ഞ് തൂങ്ങി നിൽക്കണ ചെടികളെ തിരിച്ച് വളരെ എനർജറ്റിക്കായിട്ട് കൊണ്ടുവരണമെങ്കിൽ ഈ ഒരു പ്രയോഗം നിങ്ങളും കൂടെ ഒന്ന് പ്രയോഗിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഓർമ്മപ്പെടുത്താനൊന്നും കൂടെ ആ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ പിശുക്കില്ലാണ്ട് തന്നെ നടന്നോട്ടെ കേട്ടോ. അതുപോലെ തന്നെ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആ കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് അമർത്താനും മറക്കണ്ട കേട്ടോ. അപ്പോൾ പിന്നെ എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് അപ്പോൾ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ അതുവരേക്കും അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നത് വരേക്കും ചിൽഡ്രൻ ടേക്ക് കെയർ, ബൈ.